ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇന്ത്യയിലെത്തിയിരുന്നു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഈ സന്ദർശനം സാധാരണ ഒരു നയതന്ത്ര സന്ദർശനം മാത്രമല്ല. അദ്ദേഹം സഞ്ചരിച്ച ഔദ്യോഗിക വിമാനത്തിന്റെ ഫ്യൂസ്ലേജിൽ വലിയ അക്ഷരങ്ങളിൽ ഒരു പേര് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. മിനാബ് 168 എന്നത് വിമാനത്തിന് നൽകിയ പേരല്ല, ലോകത്തോടുള്ള ഇറാന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലും പ്രതിഷേധവുമാണ് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ സൈനിക നടപടികൾ ആരംഭിച്ച ദിവസം ഇറാന്റെ തെക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ മിനാബ് നഗരത്തിലെ ഷജറെ തൊയ്ബെ പ്രൈമറി സ്കൂൾ ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ 168 സ്കൂൾ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. ഈ ദാരുണ സംഭവത്തിന്റെ ഓർമ്മയായാണ് മിനാബ് 168 എന്ന വിമാനത്തിൽ ആലേഖനം ചെയ്തിരുന്നത്. തെഹ്റാനിൽ നിന്ന് ബോർഡ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളിൽ ഈ മാർക്കിംഗ് വ്യക്തമായി കാണാമായിരുന്നു. യുദ്ധത്തിന്റെ മാനസിക നഷ്ടം ലോകത്തെ ഓർമ്മിപ്പിക്കാനുള്ള ശക്തമായ നയതന്ത്ര സന്ദേശമായിരുന്നു ഇത്. മുൻപ് റഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ സന്ദർശനങ്ങളിലും ഇറാൻ ഈ വിമാനം ഉപയോഗിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ വിയോഗം ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധമായി ഉയർത്തിക്കാട്ടുകയാണ് ഈ യാത്രയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ അബ്ബാസ് അറാഗ്ചി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ തന്ത്രപ്രധാന കൂടിക്കാഴ്ചയാണ് ഇത്. മെയ് 14, 15 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് ഈ സുപ്രധാന ചർച്ച നടന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കലും ആഗോള ഇന്ധന വിതരണ ശൃംഖല പുനഃസ്ഥാപിക്കലും ചർച്ചയിൽ പ്രധാന വിഷയമായി. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ഈ നയതന്ത്ര ചർച്ചകളിൽ പങ്കാളികളായി. ഈ വർഷത്തെ ബ്രിക്സ് യോഗം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. 2 ദിവസത്തെ ഈ ഉച്ചകോടിയിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾക്കെതിരെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് രംഗത്ത് വരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും അബ്ബാസ് അറാഗ്ചി നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചരക്കു ഗതാഗത സുരക്ഷ, പ്രാദേശിക സ്ഥിരത, മാരിടൈം സെക്യൂരിറ്റി എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ടകൾ. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവരുമായി ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം കടുത്തൊരു നയതന്ത്ര പരീക്ഷണം കൂടിയാണ്. ഇറാന്റെ മേലുള്ള പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കുമ്പോൾ തന്നെ തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ അമേരിക്കയെയും അറബ് രാജ്യങ്ങളെയും പിണക്കാതെയുള്ള ഒരു സമതുലിത നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്.